അങ്ങനെ 2025 അവസാനിക്കാൻ കുറച്ച് ദിവസം കൂടിയുള്ളൂ അല്ലേ? എല്ലാവരും ക്രിസ്മസ് വൈബിലൊക്കെ ആയിരിക്കും. ഒരു ചെറിയ കാര്യം പറയാനാണ്. ഈ വർഷം, അതായത് 2025, നമ്മളൊരു കാര്യം വ്യക്തമായി പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതായത് അൺസർട്ടനിറ്റീസ് ആർ എവ്രിവർ. അനിശ്ചിതത്വം അതെല്ലാവിടെയും ഉണ്ട്. അനിശ്ചിതത്വം എന്ന് പറയുമ്പോൾ റീസൺസ് പലതാണ്. എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും, ചിലപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള ഗ്ലോബൽ ഇഷ്യൂസ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, പേഴ്സണൽ, പ്രൊഫഷണൽ, ഒരു ഓർഗനൈസേഷണൽ. റീസെന്റ് ആയി വരുന്ന സ്റ്റഡീസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ യങ്സ്റ്റേഴ്സ് വളരെ ഡീപ്പ് ആങ്സൈറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ. മേ ബി ബിക്കോസ് ദേ ആർ അൺഷുർ അബൌട്ട് ദെയർ ഫ്യൂച്ചർ, അതുമല്ലെങ്കിൽ അവരുടെ ലൈഫ് ഡയറക്ഷനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ആങ്സൈറ്റി. ദേ ആർ ഇമോഷണലി മെച്യൂർഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ആർ മെന്റലി എക്സോസ്റ്റഡ്. ഈ മെന്റലി ടയർഡ് ആവാനുള്ള കാരണം എന്തൊക്കെയായിരിക്കാം? സോഷ്യൽ മീഡിയ എക്സ്പോഷർ ആയിരിക്കാം, കോൺസ്റ്റന്റ് സോഷ്യൽ മീഡിയ എക്സ്പോഷർ. അതുമല്ലെങ്കിൽ അക്കാഡമിക് ആൻഡ് സോഷ്യൽ പ്രഷേഴ്സ് ഉണ്ടായിരിക്കാം, ദെൻ ജോബ് ഓർ കരിയർ അൺസർട്ടനിറ്റീസ് ഉണ്ടായിരിക്കാം. At the time of uncertainties, people don't need more judgment, they need understanding. ആ വാക്കുകൾ ഓർമ്മയില്ലേ? Do not judge so that you may not be judged. So, kindness ഒരു വീക്ക്നെസ് അല്ല. Forgiveness അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് ഒരു തോൽവിയല്ല. കമ്പാഷൻ എന്ന് പറഞ്ഞത് ഔട്ട്ഡേറ്റഡും ആയിട്ടില്ല. Choose love. Merry Christmas.